ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള സിമ്പിളായിട്ട് നാടൻ വറുത്തരച്ച ഞണ്ട് കറി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇത് നമുക്ക് പത്തിരീൻ്റെ ഒപ്പം, അതേപോലെ പുട്ടിൻ്റെ ഒപ്പം, അപ്പത്തിൻ്റെ ഒപ്പം, എന്തിനാ ചോറിൻ്റെ ഒപ്പം വരെ അടിപൊളി കോമ്പിനേഷനാണ്, സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഞണ്ട് ക്ലീൻ ചെയ്യൽ പ്രോസസ്സാണ്. കുഴപ്പമില്ലാത്ത വലിയ ഞണ്ടെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൈയെല്ലാം ശ്രദ്ധിച്ചോളുക. എന്ന് വെച്ചാൽ കൈയിൽ മുറിയാനുള്ള നല്ല ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ കൈ മുറിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ക്ലീൻ ചെയ്യുന്നതിനെ പറ്റി എനിക്ക് വലിയ ധാരണ ഉണ്ടായിട്ടില്ല. ഞാൻ അമ്മേനോട് ചോദിച്ചു ചെയ്ത് അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും, കുറച്ച് ചിക്കൻ മസാലയും, കുറച്ച് ഗരം മസാലയും. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. കൂടുതൽ മസാല പരിപാടിയൊന്നുമില്ല. എത്ര മസാലയേ ഉള്ളൂ. പിന്നെ വരുന്നത് കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളിക്ക് സവാള എന്നും പറയും, നമ്മൾ കണ്ണൂർക്കാർ വലിയ ഉള്ളി എന്നാണ് പറയുന്നത്. പിന്നെ പച്ചമുളക്, തക്കാളി, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി. ഈ കട്ട് ചെയ്ത് വെച്ചെല്ലാം നമ്മൾ ഈ ക്ലീൻ ചെയ്ത് ഞണ്ടിലോട്ടിട്ട് ഒരു ലോ ഫ്ലെയിമിൽ അങ്ങ് അടച്ച് വെച്ച് വേവിക്കാം. അത് വേവുന്ന ടൈമിൽ നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. കുറച്ച് തേങ്ങ എടുക്കുക, എന്നിട്ട് നല്ല രീതിക്ക് വറുക്കുക. ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ആകുമ്പോൾ അത് മാറ്റി വെക്കുക, തണിയാൻ വേണ്ടി വെക്കാം. എന്നിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിൽ ആ തണിഞ്ഞ തേങ്ങ എടുത്ത് ചെറിയ ചൂടുണ്ടാക്കിയിട്ട് കുഴപ്പമില്ല, നല്ല സ്മൂത്തായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. കേട്ടോ, അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് അരണ്ട് വെന്ത ഞണ്ടിലേക്ക് നമ്മൾ വയ്ക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലെല്ലാം ഇട്ട് നല്ല സൂപ്പർ നാടൻ ടേസ്റ്റുള്ള ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇച്ചിരി കൂടെ ഗ്രേവി ഉള്ളതാണ്. ഇത്രയും ഗ്രേവി വേണ്ടേ ഒന്നും കൂടി വെച്ചിട്ട് ഇട്ടെടുക്കുക. ഇതെന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക എല്ലാവരും. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. ബൈ.